ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റത്തിൽ രാഷ്ട്രീയ പകപോക്കലെന്ന് പരാതി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പിയെ ഉത്തര മലബാറിലേക്ക് സ്ഥലം മാറ്റി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമായി കൊമ്പുകോർത്ത ഉദ്യോഗസ്ഥനെയും ജില്ല വിട്ട് സ്ഥലം മാറ്റി. വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഓരോരുത്തരുടെയും ജാതകം നോക്കി സ്ഥലം മാറ്റാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി. പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞൊഴിഞ്ഞു. നോക്കാം. 161 ഡിവൈഎസ്പിമാരെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെയും ജാതകം എനിക്ക് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. പരാതി ഉണ്ടെങ്കിൽ നോക്കാം. ദേവൻ എംപിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, എന്തായാലും അവിടെ ഒരു ചോദ്യം ഉയരും. ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ ആണോ എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ പറഞ്ഞൊഴിയുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതൊരു വലിയ വിവാദത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ. സ്വാതി, ഇലക്ഷന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഈ പോലീസ് തലപ്പത്തും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ സ്ഥലമാറ്റം സ്വാഭാവികമാണ്. പക്ഷേ കഴിഞ്ഞ 25-ാം തീയതി, അതായത് ഈ മാസം 25-ാം തീയതി ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റം എന്ന് പറയുന്നത് 161 പേരുടെ സ്ഥലമാറ്റമായിരുന്നു. ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ഇത്രയും അധികം ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റം ഒരുമിച്ച് നടത്തുന്നത്. ഇപ്പോൾ ആ സ്ഥലമാറ്റത്തിൽ ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളുമായി നേരിട്ട് ഏതെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഇപ്പോൾ അതാത് ജില്ലകളിൽ നിന്നും പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലേക്കാണ് ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത N. മുരളീധരനെ ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത്. അതായത് ഷൊർണൂർ DVSP ആയിരുന്ന സമയത്താണ് N. മുരളീധരൻ ഷൊർണൂർ DVSP ആയിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം സംഭവവികാസങ്ങളെല്ലാം അറസ്റ്റിന്റെ ഒരു വക്കിലെത്തിയിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല ദിവസങ്ങളിലും ഒളിവിൽ കഴിയുകയും എല്ലാം ചെയ്തൊരു സമയത്താണ് ഈ പറയുന്ന പോലെ തന്നെ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കണ്ടെത്തുകയും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ N. മുരളീധരൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ചെന്താമര ഇരട്ടക്കൊല കേസിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രതിക്ക് ശിക്ഷ വാങ്ങി നൽകാൻ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തി. അത്രയ്ക്കും പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ സർവീസിൽ മികച്ച ഗുഡ് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ പറയുന്ന പോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമായി ഈ പറയുന്ന പോലെ തന്നെ ബന്ധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്ന DVSP ആയിരുന്നിട്ടുള്ള PJ തോമസിനെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് മലപ്പുറത്തേക്ക് മാറ്റി. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇവരെല്ലാവരും തന്നെ അതാത് ജില്ലകളിലായിരുന്നു. ഈ പറയുന്ന പോലെ എറണാകുളത്ത് ജോലിയിൽ നിന്നും പിന്നീട് കോട്ടയത്തേക്ക് സ്ഥലമാറ്റം കിട്ടിയതാണ്. എന്നാൽ കോട്ടയത്ത് നിന്ന് തിരിച്ച് വീണ്ടും ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞതിനാൽ തന്നെ തിരിച്ച് വീണ്ടും എറണാകുളത്തേക്ക് വരാനിരിക്കുകയാണ് ഈ പറയുന്ന പോലെ തന്നെ അവിടെ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത്. N. മുരളീധരനും സമാനമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി ഷൊർണൂരിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോയതായിരുന്നു. തിരിച്ച് വീണ്ടും പാലക്കാട് DVSP അല്ലെങ്കിൽ ഷൊർണൂരിലേക്ക് തന്നെ വരേണ്ടതാണ്. അതിന് പകരമാണ് ഇപ്പോൾ ഈ കാസർഗോഡ്, കണ്ണൂർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് ഈ സിനിമകളിലൂടെയൊക്കെ തന്നെ പരിചിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DVSP ആയിട്ടുള്ള സിബി തോമസിന്, അദ്ദേഹം ഇടത് അനുഭാവി കൂടിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കെപ്പയിലേക്കാണ് ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഈ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെയുമായി നേരിട്ട് ഈ കേസന്വേഷണത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത്. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള സ്ഥലമാറ്റം നടപടികളാണെങ്കിൽ പോലും ഇത്തരത്തിൽ പലതരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ സ്ഥലമാറ്റം നടത്തിയതിലാണ് ചോദ്യങ്ങൾ ഉയരുന്നത്.